Hello guys, welcome back to my YouTube channel. It's me, Meera. Soft voice, strong show, infinite spark. Welcome to Meera's ഈ ഒരു വീഡിയോ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ഒന്നല്ല. കാരണം കുറച്ച് ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് ബഷീറിൻ്റെ ഫാമിലിയാണ്, സുഹാനയാണ് മെയിനായിട്ട് യൂട്യൂബിലൊക്കെ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കണത്. അതായത് സുഹാനായിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ്, അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുള്ള കുറച്ച് വിവാദങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ട് ഉണ്ടായിരുന്നത്. അതിൻ്റെ ബേസിൽ ഇന്നാണെങ്കിൽ ബഷീർ അവർക്കെതിരെ റിയാക്ഷൻ ചെയ്ത ആൾക്കാരുടെ മിക്കവാറും പേരുടെ പേരിൽ ഇയാൾ കേസ് കൊടുത്തിട്ടുണ്ട്. ഇവർക്കെതിരെ സൈബർ ബുള്ളിങ് നടത്തിയെന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിനൊക്കെ വഴിവെച്ചത് സുഹാനയുടെ ഒരു വീഡിയോ ആണ്, ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ. നിങ്ങളെല്ലാവരും ഏകദേശം ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. എന്നിരുന്നാൽ കൂടി ഞാൻ ഒന്നുകൂടി പ്ലേ ചെയ്ത് തരാം. ഇതൊന്ന് കണ്ടു നോക്കണം. ഇതെന്താണ് സുഹാന മാത്രമുള്ളല്ലേ? യെസ്, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഒരു സർപ്രൈസ് എന്ന് പറയണോ, എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞൂടെ. ഇപ്പം മഷുവിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാന്ന് അറിയാൻ പാടില്ല. മഷു വീഡിയോ എടുക്കണുണ്ട്, എന്തായാലും പോണ വഴിക്കും എത്തിയെന്നും എല്ലാം വീഡിയോ എടുക്കണുണ്ട്. അപ്പോൾ ചിലപ്പോൾ മഷുവിൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനാണ് ഇടുന്നതെങ്കിൽ ഇപ്പം എൻ്റെ വീഡിയോ ഒന്ന് നിങ്ങൾ അറിയണമായിരിക്കും. മഷുവും ബഷിയും എബ്രവും ബാങ്കോക്കിലാണ്. എന്താണ് തോന്നുന്നത്? ഈ ഒരു റിയാക്ഷൻ ചെയ്ത ആൾക്കാരൊക്കെ ഒരുപാട് പൊലിപ്പിച്ചാണ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളതെങ്കിലും ഈ ഒരു സുഹാനേൻ്റെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റില്ലേ? ആ ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദന. അവർ പുറമേ ചിരിച്ച് നിൽക്കുകയാണെങ്കിലും ഉള്ളിൽ നല്ല രീതിയിൽ സങ്കടമുണ്ട് എന്നുള്ളത് ഇവരുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അവർ രണ്ടുപേരും ബാങ്കോക്കിൽ പോയിരിക്കുകയാണ് ഗൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചിരി, ആ ഒരു ചിരിയിൽ പുറത്ത് മാത്രം തേച്ച് പിടിപ്പിച്ചിട്ടുള്ളൊരു ചിരിയാണ്. ഉള്ളിൽ നല്ല സങ്കടം ഈ ഒരു സ്ത്രീ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു ചിരിയിൽ നിന്ന്, ഇവരുടെ ഈ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഇത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഇവർ നെക്സ്റ്റ് ഒരു റിയാക്ഷൻ, ഇവർക്ക് ഈ ഒരു റിയാക്ഷൻ വേണ്ടി ചെയ്തവർക്ക് ഒരു റിയാക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ബഷീർ ബീബി ഫാമിലിക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയിട്ടില്ല ഗായ്സ് എന്ന് പറഞ്ഞുകൊണ്ട് 2 ഭാര്യമാരും മക്കളും കൂടെ ചാടി വരുന്നൊരു വീഡിയോ. പക്ഷെ എത്രയൊക്കെ ന്യായീകരിച്ചാലും തൻ്റെ ഭർത്താവിന് വേറൊരു സ്ത്രീ, വേറൊരു പെണ്ണ് തനിക്കും കൂടി പങ്കു ചേർന്ന് തരണം, എന്നെ കല്യാണം കഴിച്ച് ഇയാളുടെ ഭാര്യ ആയി എനിക്കും ജീവിക്കണം എന്നൊക്കെ പറയുമ്പം ഒരു ഭാര്യേൻ്റെ മനസ്സൊക്കെ തകർന്നു പോകും അല്ലേ? എങ്കിലും ഇവരൊരു ഒത്തൊരുമയോട് കൂടി ജീവിച്ചു പോകുന്നുണ്ട്, അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ സുഹാന ഈ ഒരു ബഷീറിൻ്റെ ഈ ഒരു വ്ളോഗിൽ വന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ കള്ളത്തരം തന്നെയാണ്. കാരണം ഇവർക്ക് നല്ല സങ്കടമുണ്ട്, അത് അവരുടെ ചിരിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ചിരി എന്ന് പറയുന്നത് പുറമെ മാത്രം തേച്ച് പിടിപ്പിച്ചിട്ടുള്ളൊരു ചിരിയാണ്. ഉള്ളിൽ ഇവർ നല്ല രീതിയിൽ സങ്കടം അനുഭവിക്കുന്നുണ്ട്. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പം ഇത് ആണ് തോന്നിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഞാൻ റിയാക്ഷൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ഫാമിലി, അവരുടെ ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ പോട്ടെ, നല്ല രീതിയിൽ പോയാൽ അത്രയും നല്ലത് എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ റിയാക്ഷൻ വീഡിയോ ഒക്കെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ എൻ്റെ ചാനലിലൂടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതെനിക്ക് പറയാതിരിക്കാൻ തോന്നിയില്ല. കാരണം എത്രയൊക്കെ സുഹാന അഭിനയിച്ചാലും ആ ഒരു സുഹാനയുടെ മുഖവും കണ്ണും ആ ഒരു ചിരിയും പറയുന്നുണ്ട്. ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളുണ്ടെന്നുള്ളത് ആ ഒരു മുഖം തന്നെ വിളിച്ച് പറയുന്നുണ്ട്. ഇതെനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്താണ് തോന്നിയിട്ടുള്ളതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.